ത്യാഗസ്മരണയിൽ ഒമാനിലെ വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഒമാനിലെ സമൂഹ ഈദ്ഗാഹുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അല്ലാഹു അക്ബർ അർറഹ്മാനിർ റഹീം യുഗ്നി മിൻ ജൂ'. ഒമാനിലെ വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഒമാനിലെങ്ങും രാവിലെ 6 മണിയോടെ തുടങ്ങിയ ഈദ്ഗാഹുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സമൂഹ ഈദ്ഗാഹുകൾക്ക് പുറമെ പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സൊഹാറിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിയത്. സുൽത്താനോടൊപ്പം രാജകുടുംബാംഗങ്ങളും വിവിധ സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും നമസ്കാരത്തിൽ പങ്കെടുത്തു. ഗാല അൽ റുസൈക്കി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ കരീം നേതൃത്വം നൽകി. ബർക്കയിൽ ഫസൽ കദ്രൂരും നന്മ മൊബൈല സംഘടിപ്പിച്ച അൽഷാദി ടർഫിൽ നടന്ന ഈദ്ഗാഹിന് റഹ്മത്തുള്ള മഗ്രിബിയും നേതൃത്വം നൽകി. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിന് കീഴിൽ റൂവി അൽക്കരാമ ഹൈപ്പർ മാർക്കറ്റ് കോമ്പൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിന് ഹാഷിം അങ്കടിമുഖർ നേതൃത്വം നൽകി. ലോകത്തുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെയും വളരെ ലളിതമായ രീതിയിൽ, നമുക്കറിയാം ഇന്ന് ഭാഷ വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായാണ് മക്കയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് വലിപ്പച്ചെറുപ്പമില്ലാതെ. അതുതന്നെയാണ് ഈദ് ഉയർത്തുന്ന സന്ദേശം. ഈ ലോകത്തിൻ്റെ, ഈ നാടിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചേരേണ്ടുന്ന ആവശ്യമുള്ള ഒരു സന്ദേശമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈദ് ആശംസകൾ. നമസ്കാര ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും ഈദ് ദിനം വിശ്വാസികൾ സന്തോഷകരമാക്കി. ഒമാൻ ഇസ്ലാഹി സെന്റർ റൂവി KM റൈഡിങ്ങിന് സമീപം സംഘടിപ്പിച്ച ഈദ്ഗാഹിനെ ഹനീഫ് ഫാറൂഖി പുത്തൂർ നേതൃത്വം നൽകി. തിന്മകളിൽ നിന്ന് അകലം പാലിക്കാനും അരുതായ്മകൾക്കെതിരെ പ്രതികരിക്കാനും വിശ്വാസികൾ തയ്യാറാവണമെന്ന് ഇമാമുമാർ ഖുത്ബ പ്രസംഗത്തിൽ ഉത്ബോധിപ്പിച്ചു. എല്ലായിടങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. കൈരളി ന്യൂസ്, ഒമാൻ.